ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണത് ഏകദേശം ഒരു 4 ഇയർ മുമ്പൊക്കെ ആയിട്ടായിരിക്കും. അന്ന് ഞാൻ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടി മാത്രമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അന്നൊരു കോവിഡ് ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ. അന്ന് പിന്നെ എല്ലാവരുടെയും ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് യൂട്യൂബ് ആയിരുന്നു. സോ വീട്ടിലുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് പോവുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കോവിഡൊക്കെ മാറിയതിന് ശേഷം എല്ലാവരും അവരുടെ വർക്കും ലൈഫെല്ലാം റീസ്റ്റാർട്ട് ചെയ്തു. ഞാനാണേലും തിരിച്ച് ഓഫീസിലേക്ക് പോയി. പിന്നെ ഒരുപാട് തിരക്കുകളും പഠിക്കാനും എനിക്ക് ഒരുപാട് എൻ്റെ ഫോക്കസ് ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് യൂട്യൂബിൽ അങ്ങനെ ശ്രദ്ധിക്കാനോ കാര്യമായിട്ടൊന്നിനും സമയം ഉണ്ടായിരുന്നില്ല. വേറെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങൾ അതിൻ്റെ ഇടയിൽ കടന്നുപോയി. അങ്ങനെ ഞാനും ഭയങ്കര എൻഗേജ്ഡ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനലുണ്ട് എന്നുള്ള കാര്യം പോലും ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. കോവിഡിന് ശേഷം ഞാനാണേലും ഒരു ജോബ് ചേഞ്ചൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നൊരു ടൈമായിരുന്നു. സോ അതിൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്മെൻറ്റ്, ആ ഒരു കാര്യങ്ങളിൽ മാത്രമായി പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോക്കസ്. ഞാൻ വേറൊരു ജോലിക്ക് കയറിയതിന് ശേഷമാണ് കേട്ടോ വീണ്ടും യൂട്യൂബിലൊക്കെ ഒന്ന് ആക്റ്റീവായി തുടങ്ങിയത്. അപ്പോഴും ലോങ് വീഡിയോ ഒന്നും ഇട്ട് തുടങ്ങിയിട്ടില്ല. ജസ്റ്റ് ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യുമായിരുന്നു. ഇങ്ങനെ എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും വീഡിയോസ് എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി കുറച്ച് ടൈമൊക്കെ മാറ്റി വയ്ക്കാൻ തുടങ്ങി. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ടൈമിലൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട്. പക്ഷെ പിന്നീട് എനിക്കതൊരു മനസ്സിലായി, അങ്ങനെ ചെയ്തിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല എന്നുള്ളത്. പിന്നീട് ഞാൻ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ആരോടും പറയാറില്ല ചാനലിൽ വന്ന് സബ്സ്ക്രൈബ് എന്തെങ്കിലും ഒരു ടോപ്പിക്ക് വരികയാണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ചാനലുണ്ട് എന്ന് എല്ലാവരും അറിയുള്ളൂ കേട്ടോ. എനിക്കൊരു മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കണ്ടൻറ്റൊക്കെ ഇടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടും. ഇതൊക്കെയായിരുന്നു അപ്പം എൻ്റെ യൂട്യൂബിലുള്ള ജേണി ഇതുവരെ ഉണ്ടായിരുന്നത്. അപ്പം ഇപ്പം ഞാൻ എന്തായാലും മാക്സിമം ആക്റ്റീവായിട്ട് വീഡിയോസും കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് കിട്ടുന്ന പരിമിതമായ ടൈമിനുള്ളിൽ മാക്സിമം ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടൻറ്റൊക്കെ ഇടാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഇപ്പം ഞാൻ റെഡി ആവുന്നത് ഓഫീസിലേക്ക് പോകാനാണ് കേട്ടോ. മേക്കപ്പ് അങ്ങനെ ആധികാരികമായിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല, എനിക്കറിയാറുമില്ല അതിനെക്കുറിച്ച്. അപ്പം ഞാനിപ്പോൾ എനിക്ക് സ്കിന്നിന് ഭയങ്കര അലർജി ഉള്ളതുകൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുതെന്ന്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സൊക്കെയാണ് കേട്ടോ ഉപയോഗിക്കാറ്. ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡോക്ടർ ഷെത്തിൻ്റെ മോയ്സ്ചറൈസറും ഡെർമാക്കോയുടെ സൺസ്ക്രീനൊക്കെയാണ് കേട്ടോ. ഓഫീസിലേക്ക് പോകുമ്പോൾ മിക്കപ്പോഴും എൻ്റെ ലുക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. യൂട്യൂബൊക്കെ ക്ലിക്കാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിച്ചാൽ മതി കേട്ടോ. ഞാനും ഇപ്പം അങ്ങനെയൊക്കെയാണ് ചെയ്യണേ. കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഷോർട്സ് ആണെങ്കിലും ചാനൽ എപ്പോഴും എൻഗേജ്ഡ് ആക്കി വെക്കാൻ നോക്കുക. ഞാനാണെങ്കിലും ഇപ്പം വേറെ വീഡിയോസൊക്കെ റെഫർ ചെയ്യുമ്പം എനിക്ക് മനസ്സിലായ കാര്യവും അത് തന്നെയാണ്. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കുക. ചിലപ്പോൾ ചില വീഡിയോകൾ ഇഷ്ടപ്പെടാതാവുമ്പോൾ ആളുകൾ അൺസബ്സ്ക്രൈബും ചെയ്യാം, ചില വീഡിയോകൾ ഇഷ്ടമാവുമ്പം സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ ആളുകൾക്ക് നമ്മളുടെ ചാനലിൽ വരുന്ന ആളുകളുടെ ഇഷ്ടങ്ങളും ഇഷ്ടമല്ലാത്തതും നമുക്ക് വേഗം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കൂടുതൽ ഇടാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാനും അങ്ങനെയൊക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മേക്കപ്പ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഹെയർ കൂടെ കെട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആയി, സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓഫീസിലേക്ക് പോകാനുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് മിക്കപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം ഹെയർ കെട്ടൽ എനിക്ക് എപ്പോഴും ഒരു പണിയാണ്. അപ്പം മാറിയും മറിച്ചും കെട്ടി അവസാനം ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഓഫീസിലെത്തിയാൽ ആദ്യം ചെയ്യുന്നത് പഞ്ചിനാണ് കേട്ടോ. അത് മെഷീനിൽ മാത്രം ചെയ്താൽ പോരാ, നമുക്ക് കമ്പനിക്ക് സ്വന്തമായിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിനകത്ത് കയറി പഞ്ചിൻ ചെയ്യണം. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് സാധനത്തിൽ പഞ്ചിൻ ചെയ്യുമ്പോഴുള്ള ഫീൽ പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ. പിന്നെ നമ്മൾ അങ്ങനെ പഞ്ചിൻ ചെയ്യാനുള്ള ടൈം ഇവിടെ 8 to 10 കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പഞ്ചിൻ ചെയ്താൽ മതിയാവും കേട്ടോ. ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. പണ്ടൊക്കെ അമ്മയോട് എല്ലാവരും ചോദിക്കുമായിരുന്നു, കടയിലാണോ നിൽക്കുന്നത്, തുണിക്കടയിലാണോ നിൽക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എല്ലാവർക്കും ബോധ്യമായത് ഞാനൊരു ഡെവലപ്മെൻറ്റ് IT കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്. എല്ലാവരെയും ബോധിപ്പിക്കാനൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിനേ സമയം കാണുള്ളൂ കേട്ടോ. നമ്മൾ വർക്ക് ചെയ്താലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാനേ പോവില്ല.
ഇടയ്ക്ക് വർക്കൊക്കെ ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തൊന്ന് ചായ കുടിക്കാൻ വരാറുണ്ട് കേട്ടോ. എല്ലാപ്പോഴും ഇല്ല, ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങും. അങ്ങനെ വീണ്ടും വർക്കിലേക്ക് കടന്നു. നമ്മൾ ഓഫീസിലൊരു ലൈബ്രറി ഉണ്ട് കേട്ടോ. അത് നമുക്ക് വർക്കൊക്കെ ചെയ്ത് ഒരുപാട് വർക്ക് പ്രഷറോ അങ്ങനെ അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാൻ തോന്നുന്ന ടൈമിലൊക്കെ ഇവിടെ വന്ന് എല്ലാവരും സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം അവിടെ ഞാൻ ഒരുപാട് ബുക്ക് വായിക്കുന്ന ഒരാളല്ല കേട്ടോ. ഞാൻ അത്യാവശ്യം സെലക്റ്റീവ് ബുക്കുകൾ മാത്രമാണ് വായിച്ചിട്ടുള്ളത്. അതും എനിക്ക് റിപ്പീറ്റ് ചെയ്ത് വായിക്കാൻ തോന്നിയ കുറച്ച് ബുക്കുകളൊക്കെ ഉള്ളൂ. പിന്നെ ടൈമായപ്പോൾ ഇറങ്ങി കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഓഫീസിലെ വിശേഷങ്ങളൊക്കെ. അപ്പം ഇവിടുന്ന് കുറച്ച് ദൂരം എനിക്ക് ഹോസ്റ്റലിലേക്ക് പോകാനുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒത്തിരി സ്നേഹം. ഇനി അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.